ചില ആൾക്കാരുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ആയിരിക്കും, എന്നാൽ അവരുടെ ബിസിനസ് പാർട്ണർ ബിദഅത്തുകാരനായിരിക്കും. അവരാണ് പതിയെ പതിയെ സംഘടനയിലേക്ക്, പ്രാസ്ഥാനിക ആശയങ്ങളിലേക്ക് ലിബറൽ ചിന്താഗതികളൊക്കെ കൊണ്ടുവരിക. ബിദഅത്തുകാരോട് കൂട്ടുകൂടിയാൽ ഖൈറാത്ത് ഇങ്ങനെ ചോർന്നു പോകും. അത്തരക്കാരാണ് ഈ സമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് കലക്ഷൻ നടത്തിയിട്ട് എടുത്ത ടവറിൻ്റെ സ്ഥാപനത്തിൻ്റെ AC ഹാളിൽ ഇരുന്നിട്ട് അത്തരക്കാർ ചർച്ച ചെയ്യും, നമ്മൾ കുറച്ച് പിരിവ് കുറക്കണം കേട്ടോ. ഏടുന്ന ചർച്ച ചെയ്യുന്നത് പിരിവിലൂടെ എടുത്ത സ്ഥാപനത്തിൻ്റെ AC റൂമെന്ന്. അങ്ങനെയുണ്ട് ചിലയാൾക്ക്. അത്തരക്കാർ പകുതി സുന്നത്ത് ജമാഅത്താണ്, ഹാഫ് മുട്ടാംപ്ലേറ്റാണ്. പകുതി കുത്തുബിയത്ത് പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. അവർ റാലി ഒന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു കാൺസെപ്റ്റ് എന്നൊക്കെ പറയില്ലേ, കാൺസെപ്റ്റ്. കണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു പകുതി സുന്നത്ത് ജമാഅത്തുകാർ കുറച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. കുട്ടികൾ നന്നാവാൻ പാരൻ്റ് ശ്രദ്ധിക്കേണ്ടത് സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ. സാലിമാമിന് ഏറ്റവും പ്രാധാന്യത്തോടെ പറയാനുള്ള ഒരു കാര്യം അതാണ്. സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ. കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരായിരിക്കണം. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി എന്നല്ല. ഒരാൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി കൂട്ടുകാർ നന്നാവുക എന്നുള്ളതാണ്. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സംഘാടകരെ എന്നോട് വെറുതെ ചോദിച്ചെന്ന് വിചാരിക്കാം, ഹുസൈൻ എന്താ പ്രസംഗത്തിൻ്റെ ഇടയിൽ കുടിക്കാൻ വേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ കേട്ടാൽ വിചാരിക്കും ലോകത്തെല്ലാം ഇവിടെ ഉണ്ട്, ആകെ ഉണ്ടാവുക പച്ചവെള്ളം, ചൂടുവെള്ളം, പിന്നെ കട്ടൻ ചായ വേണ്ടല്ല എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചൂടുവെള്ളം കുറച്ച് വെച്ചാൽ മതി. ഓക്കെ. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ എന്ന്. അങ്ങനെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ ആ വെള്ളം ചോദിച്ചപ്പോൾ ടു കോൾഡാണ്, ഭയങ്കര തണുപ്പുള്ള വെള്ളം. ഞാൻ ചോദിച്ചെന്തേ നിങ്ങളോടല്ലേ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടേക്കുമ്പോൾ ചൂടുവെള്ളം തന്നെയായിരുന്നു, പിന്നെ അത് ഈ ഫാനിൻ്റെ കൂളറിൻ്റെ അടുത്ത് തന്നെ വെച്ചോണ്ട് വെള്ളത്തിൻ്റെ ചൂട് പോയതാണ്. അതന്നെയാണ് സംഭവം. ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ചൂടും പോവും, തണുപ്പനും ആവും. SLC വരെ നമ്മുടെ മർക്കസിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പം പിന്നെ ളുഹർ അസ്ർ അവ്വൽ വക്തിൽ നിസ്കരിക്കും, കാരണം അടുത്ത സ്റ്റാഫ് ഉസ്താമാരൊക്കെയാണ്. പിന്നെ +1 +2 പോകുമ്പോൾ പിന്നെ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസിക്കോ വേറെന്തിനോ നമ്മൾ വേറെ ഒരു ക്യാമ്പസാണ് തേടിയേക്കണത്. അപ്പം പിന്നെ ആ ളുഹർ അവ്വൽ വക്ത് നിസ്കരിക്കേണ്ട ചൂടൊക്കെ പോയിട്ട് തണുപ്പനായിട്ട് വെയ്യ 4 ളുഹർ അസറും കൂടി ജമ്മാക്കിയിട്ട് നിസ്കരിച്ചോളൂ. വിശദ പഠനത്തിന് ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥം യൂസുഫ് നബ്ഹാനി വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്, വായിക്കാം. സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ. കുട്ടികൾ നന്നാവണോ? കൂട്ടുകാർ സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരാവണം. മിക്ക ചങ്ങായിമാരും എങ്ങനെ ബിദഅത്തിലേക്ക് പോകുന്നത്? ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിന് തിരിച്ചു വരുമ്പോൾ ഷിർക്കാകുന്ന എന്തേ? ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇർതഖബതു അലൽ ഖത്താ ഷിർക്കിന്റെ വരികളായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണോ? അല്ല, റൂംമേറ്റുകാർ വഹാബിയായതാണ് കാരണം. അപ്പോൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് കുട്ടി നന്നാവും ചെയ്യും, സ്വാലിഹാവും, ഓപ്പോസിറ്റ് ത്വാലിഹും ആവും. സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ. അൽ മർഉ അലാ ദീനി ഖലീലി. ഒരാൾ കൂട്ടുകാരൻ്റെ റൂട്ടിലേ പോകുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫല്ലല്ലു അഹദുക്കും മൻ യുഖാലിൽ. ആരെയാണ് കൂട്ടുകാരനാക്കേണ്ടത് എന്ന് നന്നായി ശ്രദ്ധിക്കണം. നന്നായി ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ആയിരിക്കും, എന്നാൽ അവരുടെ ബിസിനസ് പാർട്ണർ ബിദഅത്തുകാരനായിരിക്കും. അവരാണ് പതിയെ പതിയെ സംഘടനയിലേക്ക്, പ്രാസ്ഥാനിക ആശയങ്ങളിലേക്ക് ലിബറൽ ചിന്താഗതികളൊക്കെ കൊണ്ടുവരിക. ബിദഅത്തുകാരോട് കൂട്ടുകൂടിയാൽ ഖൈറാത്ത് ഇങ്ങനെ ചോർന്നു പോകും. അത്തരക്കാരാണ് ഈ സമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് കലക്ഷൻ നടത്തിയിട്ട് എടുത്ത ടവറിൻ്റെ സ്ഥാപനത്തിൻ്റെ AC ഹാളിൽ ഇരുന്നിട്ട് അത്തരക്കാർ ചർച്ച ചെയ്യും, നമ്മൾ കുറച്ച് പിരിവ് കുറക്കണം കേട്ടോ. ഏടുന്ന ചർച്ച ചെയ്യുന്നത് പിരിവിലൂടെ എടുത്ത സ്ഥാപനത്തിൻ്റെ AC റൂമെന്ന്. അങ്ങനെയുണ്ട് ചിലയാൾക്ക്. അത്തരക്കാർ പകുതി സുന്നത്ത് ജമാഅത്താണ്, ഹാഫ് മുട്ടാംപ്ലേറ്റാണ്. പകുതി കുത്തുബിയത്ത് പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. അവർ റാലി ഒന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു കാൺസെപ്റ്റ് എന്നൊക്കെ പറയില്ലേ, കാൺസെപ്റ്റ്.
കണ്ടു നിങ്ങൾ? അങ്ങനെ ഒരു പകുതി സുന്നത്തെ മേത്താർ കുറച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. കയറുന്നെങ്കിൽ ഫുൾ ഓപ്ഷൻ, രണ്ടും കൂടിയില്ല. നബിദിനും ഓണും രണ്ടും പാടില്ല, ഒറ്റൊന്ന്. അതിന് നമ്മളെ മക്കളുടെ കൂട്ടുകാർ സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരാണ്. ഖുഅൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിന് പല വിശദീകരണങ്ങളുണ്ട്. അതിലൊരു വിശദീകരണം എന്താ അറിയോ? അല്ലിമു ഔലാദക്കും അസുന്നത വൽ ജമാഅ. ഇമാം കുശൈരിയുടെ തഫ്സീറിൽ കാണാം, നിങ്ങൾ മക്കൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം, അതിന് SSFന്റെ മെമ്പർഷിപ്പ് എടുക്കണം, ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കണം. പല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും മക്കളെ സുന്നത്ത് ജമാഅത്തിൽ കിട്ടാറില്ല. ഞാൻ പിന്നെ നമ്മളേതായാലും പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പാടെ സ്വർഗത്തിൽ പോയാൽ പിന്നെ ശരിയാവും എന്നതിൻ്റെ അർത്ഥം. ചിലതിന് അങ്ങനെ ഒരു അർത്ഥം വരും. ഉദാഹരണത്തിന് അധികം ആളും ലാസ്റ്റ് മോളെ കല്യാണമാണ് പൊടിക്കൽ, കുറച്ച് ദൂർത്ത്. അതെന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഖബറിലേക്ക് പോകുന്നതിന് അടിച്ചു പൊളിക്കാൻ കഴിയില്ലല്ലോ എന്നതിൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം അങ്ങനെയാണ് വരിക. മക്കൾ നന്നാവാനുള്ള 9ാമത്തെ കാര്യം, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയണത്. എന്താ ചെയ്യേണ്ടത്? സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനോളം ഫലം ഉള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. ചരിത്രത്തിന് അത്ര ഫലമുള്ള ഒരു കാര്യം ലോകത്തുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ദാഇ, പ്രബോധകൻ. തങ്ങൾക്ക് ദഅവത്തിന് മോട്ടിവേറ്റ് ആകുന്ന രീതിയിൽ അള്ളാഹു ഉപയോഗിക്കുന്ന ടൂള് മുൻഗാമികളുടെ ചരിത്ര. കണ്ടോ? തങ്ങളുടെ ഹൃദയത്തിന് മോട്ടിവേറ്റ് ആകുന്ന രീതിയിൽ അള്ളാഹു കൊടുക്കുന്നത് ചരിത്രങ്ങളാണ്. മോനിക്ക് ജീലാനി തങ്ങൾ അറിയോ? കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്നു കൊടുത്തോവർ. ആ വരിയൊന്ന് പാടി ആ കുട്ടീൻ്റെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ, റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ജീലാനി തങ്ങളുടെ ചരിത്രം. അതൊക്കെ ഇന്നലകളിലെ ഉമ്മാമ്മമാർ ചെയ്തുകൊണ്ടാണ് അവർക്ക് ലഭിച്ച തലമുറ സ്വാലിഹീങ്ങളായത്. അതാണ്. എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ UAE-ലാണ് ജോലി. അയാൾ ഈ അടുത്ത് ഒരു അനുഭവം പറഞ്ഞു. അയാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് ടാബ് വീണ് പൊട്ടി. ടാബ് വീണ് പൊട്ടി, അതിൻ്റെ സ്ക്രീൻ അങ്ങ് പൊട്ടി. അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉമ്മ വീട്ടിലുള്ള അവൻ്റെ ഭാര്യൻ്റെ അനുജത്തി ഈ രണ്ടാളെ നിർത്തിയിട്ട് ചോദിച്ചോലെ ആരാണ് പൊട്ടിച്ചത്? ഉമ്മ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതാവാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ആരാ പൊട്ടിച്ചത്? പിന്നെ ഇവൻ്റെ ഒരു മോനുണ്ട്, LKG-യിൽ പഠിക്കുന്നു. ഓനെ ചൂണ്ടിയിട്ട് പറഞ്ഞോലും ഉമ്മാമര ഈ മോൻ എന്തായാലും പൊട്ടിക്കൂല, കാരണം ഓനിക്ക് എത്തുന്ന സ്ഥലത്തല്ല ഞാൻ ടാബ് വെച്ചത്, തട്ടിൻ്റെ മേലെയാണ് വെച്ചത്. നിങ്ങൾ രണ്ടിലൊരാളാണ്, സത്യം പറയും ആരാ പൊട്ടിച്ചത്? മോനല്ലല്ലോ മോനെ എന്ന് ഈ ചോട്ടനോട് 4 വയസ്സുള്ള മോനോട് ചോദിച്ചാൽ ഓൻ പറഞ്ഞോളൂ ഞാൻ തന്നെയാണ്. നീയാ എങ്ങനെ? അത് എൻ്റെ ബാറ്റ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ എടുത്തിട്ട് കയറിയിട്ട് മേലെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് ടാബ് വീണ് പൊട്ടിയ അമ്പടാ. എന്നിട്ട് ഇത്താത്തനെയോ ഇക്കാക്കനെയോ ഉമ്മ പറയുന്നു, നീ എന്താ പൊട്ടിച്ചേ? അങ്ങനെ പൊട്ടിപ്പോയത് ഉമ്മ. അതെന്താ നീ അങ്ങനെ സത്യം പറയാനുള്ള കാരണം? ഉമ്മാമ്മയല്ലേ മിന്നാന്ന് പറഞ്ഞ ജീലാനി തങ്ങളൊന്നും ആരോട് കളവറിയല്ല, തീർന്ന്. അതിനങ്ങനത്തെ ഉമ്മാമ്മനെ ഇപ്പം ആരും പ്രസവിക്കുന്നില്ല, അതാ പ്രശ്നം. വളരെ വംശനാശ ഭീഷണി നേരിടുന്ന ഉമ്മാമ്മയാണ് ഇപ്പം അത്. ഉമ്മാമ്മൻ്റെ കയ്യിലും സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് 18കാരിയായ കോട്ടയം ജില്ലക്കാരെ 17കാരെ പീഡിപ്പിച്ചെന്നിട്ട് കഥ വായിക്കുന്ന ഉപ്പാപ്പിയും മാമിയും. മറ്റന്നാൾ സെഞ്ചുറി അടിച്ച് വഫാത്താവേണ്ട ഉപ്പാപ്പിയും മാമിയും ദലാൽ ഖൈറാത്ത് വിർദുൽ ലത്തീഫും ചെല്ലേണ്ട സ്ഥാനത്ത് ഐഫോണുകളെ കയ്യിൽ. കാര്യമായിട്ട് മൂത്ത മോന് അൽക്കോബാർ സൗദിയിൽ നിന്ന് സർപ്രൈസായിട്ട് കൊടുത്തയച്ചത് വിർദുൽ ലത്തീഫിൻ്റെ പുതിയ ഏടല്ല, പുതിയ ഫോണാണ്. പിന്നെ എങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? കഥ പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താണെന്നറിയോ? സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം, ഇമ്പം, താല്പര്യം കുട്ടികളിൽ വളരും. അങ്ങനെ കുട്ടികൾ നന്നാവുള്ളൂ, അങ്ങനെ കുട്ടികൾ സ്വാലിഹീങ്ങളാവും. ഓരോന്നും മണിക്കൂറുകൾ പറയേണ്ടതാണെന്നറിയാം.
എന്നാലും നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകളിലേക്ക് ഒന്ന് കണ്ണെത്തിക്കാൻ വേണ്ടിയാണ് ധൃതി പിടിച്ചിട്ട് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10ാമത്തെ കാര്യം, ഒരു പാരൻസ് എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട 10ാമത്തെ കാര്യം, കുട്ടികൾക്ക് ഹയാ പഠിപ്പിച്ചു കൊടുക്കണം. ലജ്ജ. അശദ്ദുന്നാസി ഹയാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ല ലജ്ജ ഉള്ള ആൾ. ആയിഷ ഉമ്മ പറയുന്നുണ്ട്, മുത്തുനബിയുടെ ഔറത്ത് ഞാനോ എൻ്റെ ഔറത്ത് തങ്ങളോ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിനെ ഇബ്നെ ഹജർ തങ്ങൾ ഷമായിൽ തിർമിദിയുടെ വ്യാഖ്യാനം അഷ്റഫുൽ വസായിൽ പറയാ, ഹാദാ കമാലു ഹയാഇഹി. എന്തൊരു ലജ്ജയാണ് റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഔറത്ത് കാണാത്ത ദമ്പതിമാർ. ലജ്ജ. നമുക്കൊക്കെ ലജ്ജ ഉണ്ടാണ്. നമ്മളെ മതം എന്ന് പറഞ്ഞാൽ ലജ്ജൻ്റെ മേൽ ബിൽഡ് ചെയ്ത മതമാണ് ഇസ്ലാം. കണ്ടോ? ഒളുമുറിയുന്ന കാര്യം അള്ള പറയുമ്പോൾ ഔലാമസ്തുനിസ, ഭാര്യനെ തൊട്ട ഒളുമുറിയും. പിന്നെ അതിന് മുമ്പ് പറയാനുള്ളത് ജാമിങ്കുമുൽ ഖായിദ്, ടോയ്ലറ്റിൽ പോയ ഒളുമുറി. ടോയ്ലറ്റിൽ പോയ ഒളുമുറിയോ? നമ്മളെ മൊബൈൽ അവിടെ വെച്ച് മറന്നുപോയി, മൂത്രയിക്കുമ്പോൾ അവിടെ വെച്ചിന്, അല്ലെങ്കിൽ ബ്രഷ് അവിടെ വെച്ചിന്, അത് എടുക്കാൻ വേണ്ടി പോയ ഒളുമുറിയോ? ഇല്ല. പിന്നെ ടോയ്ലറ്റിൽ പോയ ഒളുമുറിയും എന്ന് അള്ള പറയുന്നത് എന്തേ? അതെന്താ പറയുന്ന വെച്ചാൽ അത് ഈ ടോയ്ലറ്റിൽ സാധാരണ പോക്ക് മൂത്രയിക്കാനും കാഷ്ടിക്കാനും ഒക്കെയാണ്. അത് പിന്നെ അള്ള ഖുർആനിൽ ഡയറക്റ്റ് പറയൂലല്ലോ. ഖുർആനല്ലേ ഇത്, കഥ ബുക്കല്ലല്ലോ, ഫിക്ഷൻ അല്ലല്ലോ. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെയോ ജോൺ ഡണ്ണിൻ്റെയോ കീഡ്സിൻ്റെയോ കവിതയോ ഒന്നല്ലല്ലോ, ഇംറുൽ ഖൈസിൻ്റെ പാട്ടല്ലല്ലോ ഇത്. പിന്നെ ഖുർആനല്ലേ. അപ്പോൾ ഖുർആൻ പറയാണ് ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ വുളു. അതൊരു ലജ്ജയുള്ള പദപ്രയോഗം. ഇസ്ലാമിൻ്റെ ഫിഖിൻ്റെ കിതാബ് അങ്ങനെ തന്നെയല്ലേ. ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ എങ്ങനെയാണ് കിതാബിൽ പറയല്? ആദാബുൽ ഖലാ, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകൾ. ഖലായിൻ്റെ അർത്ഥം എന്താ? ഒഴിഞ്ഞ സ്ഥലം. ടോയ്ലറ്റിന് അറബി പദങ്ങളൊന്നും വേറെ പ്രയോഗിക്കാനില്ലേ? ഉണ്ട്. പിന്നെന്താ പ്രയോഗിക്കാത്ത? മൂത്രയിക്കുന്ന സ്ഥലം, കാഷ്ടിക്കുന്ന സ്ഥലം ഒന്നും ഫിഖ് പറയൂല. ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോഴുള്ള മര്യാദകൾ. കടാ 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 അത് നമ്മളെ മതത്തിൻ്റെ ഒരു വൃത്തിയാണത്. അബഅദുന്നാസ്, മൂത്രയിക്കാൻ പോകാനുണ്ടെങ്കിൽ ദൂരത്ത് പോകാന്നാണ്. എന്തിന്? ആരും നമ്മൾ മൂത്രയിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ വാസന കേൾക്കരുത്. അപ്പം നമ്മൾ ഹൗലിൽ നിന്ന് അല്ലെങ്കിൽ ടാപ്പ് കുറേ ഉള്ള സ്ഥലത്ത് നിന്ന് വെള്ളമെടുക്കുന്ന സമയത്ത് ഒരു 15 പൈപ്പ് ഉണ്ട്. 1ാമത്തെ പൈപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളമെടുക്കണമെങ്കിൽ ഹാന്നൊന്നും മറ്റും വലിക്കരുത്, ഹാന്നിട്ട് മൂക്കിന്ന് ചീന്തരുത്. ഈ 14 ആൾക്കും അതൊരു അസ്വസ്ഥത ഉണ്ടാവും. ഏതെങ്കിലും മൂലക്ക് പോയിട്ട് ചെയ്യണം. അശദ്ദുന്നാസി ഹയാൻ. അല്ലാതെ വെറുതെ 1500-ാം ജന്മദിനം എന്നിട്ട് ബാനർ കെട്ടിയിട്ട് എന്ത് മഹബത്ത് ഉണ്ടാവില്ല, തഹല്ലുക്ക് ഉണ്ടാവണം. നബി തങ്ങൾക്ക് ഭയങ്കര ഹയ ആണ്. അപ്പോൾ നമുക്കും ഹയ ഉണ്ടാവണം. സെക്സ് ജീവിതത്തിൽ പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സോ ജനറേഷനോ വ്യഭിചരിക്കുന്ന ആളുണ്ടാവുന്ന അങ്ങനെ പറയരുത്. നമ്മളെ നാവിന് നല്ല ലജ്ജ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്കും ഇത് കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുണ്ടുടുക്കാണ്ട് കുളിക്കരുത്. ഈ ഉപ്പന്നെ മുണ്ടുടുക്കാണ്ട കുളിക്കുന്ന കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പാൻറ്റും ബനിയനും തോർത്തും വാതിലിൻ്റെ മേലുണ്ട്. അപ്പോൾ ഈ കുട്ടി മനസ്സിലാവില്ല കുരങ്ങൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താക്കുന്നത്. ഉറപ്പല്ലേ? എങ്ങനെ ഹയ ഉണ്ടായാലും കുട്ടിക്ക്? UKG-യിലും LKG-യിലും 1st 2nd സ്റ്റാൻഡേർഡ് കുട്ടികൾ കുളിച്ചിട്ട് തോർത്തെടുക്കാണ്ട് യൂണിഫോം എടുത്തോ എന്നിട്ട് ഓടുകയാണ്. എവിടുന്ന്? ബാത്റൂമിൽ നിന്ന് കിച്ചൺ വഴി, ഡൈനിങ് ഹാൾ വഴി, സെൻട്രൽ ഹാൾ വഴി അങ്ങനെ പോയിട്ട് റൂമിലേക്ക് 4 യൂണിറ്റുകളിൽ നിന്ന് വാഹനജാഥ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിശ്രമ കേന്ദ്രത്തിലേക്ക് എത്തണം. ഈ കുട്ടിക്ക് എങ്ങനെ ഒരു സ്വലാഹിയത്ത് ഉണ്ടാവും? ഓനെ വിളിക്കട്ട നാണുമാനം പടി. എന്തട കഥ? എൻ്റെ അനിയത്തിയല്ല, എൻ്റെ എന്താണ് കഥ? ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം കൊടുക്കേണ്ട ചങ്ങായിമാരെ. ഹയാ കൊടുക്കണം. അൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഇങ്ങനെ വിവിധ ആശയങ്ങൾ പറയുന്നുണ്ട് ഗസാലി ഇമാമിൻ്റെ ഇഹ്യയിൽ, അല്ലാമ അംബാബിയുടെ റിയാദുസ് സിബിയാനിൽ.